അന്ന് വൈകുന്നേരം യാർഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജെറിയുടെ അടുത്തേക്ക് മാർജ് എത്തുന്നു. സ്റ്റോർ റൂമിലുള്ള എന്തെങ്കിലും കാര്യത്തെപ്പറ്റി തന്നോട് പറയാനുണ്ടോ എന്ന് മാർജ് ചോദിക്കുന്നു. താൻ സമ്പാദിച്ച പണം മാർജ് കണ്ടെത്തിയെന്ന് കരുതി ജെറി സത്യം തുറന്നു പറയുന്നു. വിൻഫോൾ ലോട്ടറിയിൽ താനൊരു പഴുത് കണ്ടെത്തിയിട്ടുണ്ടെന്നും അതുപയോഗിച്ചാണ് താൻ $15,000 സമ്പാദിച്ചതെന്നും ജെറി പറയുന്നു. താൻ ഇനി ഒരിക്കലും ലോട്ടറി എടുക്കില്ല എന്നും ജെറി കൂട്ടിച്ചേർത്തു. എന്നാൽ ഇത് കേട്ടതും മാർജ് വളരെയധികം ആശ്ചര്യപ്പെടുന്നു. റിട്ടയർമെന്റിന് ശേഷം വളരെയധികം പണമുണ്ടാക്കുക എന്നത് തൻ്റെ സ്വപ്നമായിരുന്നുവെന്നും നമ്മുടെ നല്ല കാലം മുഴുവൻ കുട്ടികൾക്ക് വേണ്ടി ചെലവാക്കി അവരെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിച്ചില്ല എന്നും അതിനാൽ തന്നെ ഇനി നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് മാർജ് പറയുന്നു. തന്നോട് എന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി നേരത്തെ പറയാഞ്ഞതെന്നും മാർജ് ചോദിക്കുന്നു. ഇത് കേട്ടതും ജെറിയുടെ സന്തോഷം വർദ്ധിക്കുന്നു. അടുത്ത ദിവസം ജെറിയും മാർജും ടൗണിലെ കടയിൽ ലോട്ടറി വാങ്ങാനായി പോകുന്നു. എന്നാൽ അന്ന് അവിടെ വിൻഫോൾ ടിക്കറ്റിന്റെ മെഷീന്റെ സ്ഥാനത്ത് മറ്റൊരു മെഷീൻ വെച്ചിരിക്കുന്നത് അവർ കാണുന്നു. കടയുടമയോട് വിൻഫോളിന്റെ മെഷീൻ എവിടെയെന്ന് ജെറി ചോദിക്കുന്നു. വിൻഫോൾ ടിക്കറ്റിന്റെ കമ്പനി ഈ നാട്ടിൽ ലോട്ടറി വിൽക്കുന്നത് അവസാനിപ്പിച്ചുവെന്നും അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ലോട്ടറി വേണമെങ്കിൽ 10 മണിക്കൂർ യാത്ര ചെയ്ത് അടുത്തുള്ള നാട്ടിൽ പോയി വാങ്ങണമെന്നും കടയുടമ പറയുന്നു. ഇത് കേട്ടതും ഇരുവരും ഷോക്കാകുന്നു. എന്നാൽ മാർജിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ഇഷ്ടമായതുകൊണ്ട് തന്നെ അടുത്തുള്ള നാട്ടിലേക്ക് ലോട്ടറി വാങ്ങാൻ പോകാൻ അവർ തീരുമാനിക്കുന്നു. മാർജ് തങ്ങൾക്ക് ലഭിച്ച $15,000 ലാഭത്തെപ്പറ്റി സ്റ്റീവിനോട് പങ്കുവെച്ചതും താനും $1,000 നൽകി ഇതിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് സ്റ്റീവ് പറയുന്നു. അടുത്ത ദിവസം തന്നെ എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിൽ ലോട്ടറി വാങ്ങാനായി ഇരുവരും യാത്ര ആരംഭിക്കുന്നു. അവർ 10 മണിക്കൂർ യാത്ര ചെയ്ത് അടുത്തുള്ള നാട്ടിലെ ഒരു കടയിലേക്ക് എത്തുന്നു. ജെറി തന്റെ കയ്യിലുള്ള പണം കടക്കാരന് നൽകി താങ്കൾക്ക് $15,000 വില വരുന്ന വിൻഫോൾ ടിക്കറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ ഇത് കേട്ടതും വളരെ ആശ്ചര്യത്തോടെ കടക്കാരൻ അവരെ നോക്കുന്നു. ഇത്രയധികം ടിക്കറ്റ്സ് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഏകദേശം 8 മണിക്കൂറോളം എടുക്കുമെന്നും തനിക്ക് അത്രയും സമയം നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ പറ്റില്ല എന്നും കടക്കാരൻ പറയുന്നു. അതിനാൽ തന്നെ നിങ്ങൾ ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് കടക്കാരൻ കൂട്ടിച്ചേർത്തു. ഇത് കേട്ടതും അവർ അതിന് സമ്മതിക്കുന്നു. 8 മണിക്കൂറോളം സമയമെടുത്ത് അവർ ആ ടിക്കറ്റ് പ്രിന്റ് ചെയ്യുന്നു. തുടർന്ന് ഒരു ഹോട്ടൽ റൂമിൽ മുറിയെടുത്ത് ടിവിയിൽ ഏത് ലോട്ടറിക്കാണ് സമ്മാനത്തുക അടിച്ചതെന്നും അവർ കാണുന്നു. അവരുടെ പക്കലുണ്ടായിരുന്ന ടിക്കറ്റുകൾ ഓരോന്നോരോന്നെ പരിശോധിക്കാൻ അവർ ആരംഭിക്കുന്നു. എല്ലാ ടിക്കറ്റ്സും പരിശോധിച്ച ശേഷം അവർ തങ്ങൾക്ക് ലഭിച്ച പണം എത്രയാണെന്ന് കൂട്ടി നോക്കുന്നു. ഒടുവിൽ കണക്കുകൂട്ടലിന് ശേഷം നമ്മൾ $16,000 വിലയുള്ള ടിക്കറ്റുകൾ കൊണ്ട് ഏകദേശം $21,000 ലാഭം ഉണ്ടാക്കിയിരിക്കുന്നുവെന്ന് ജെറി പറയുന്നു. പിറ്റേന്ന് ലോട്ടറിയിലൂടെ ലഭിച്ച പണവുമായി എത്തിയ ജെറി നമ്മൾ ഇത്രയധികം വിജയിക്കുന്നത് ലോട്ടറിയുടെ അധികൃതർ കണ്ടെത്തിയാൽ നമുക്ക് സമ്മാനത്തുക നൽകാതെ ഇരിക്കുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ നമ്മൾ നിയമത്തിനെതിരായി ഒന്നും ചെയ്യുന്നില്ല എന്നും അതിനാൽ തന്നെ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നും മാർജ് പറയുന്നു. നമ്മൾ ലോട്ടറിയിലെ പഴുത് കണ്ടെത്തിയ പോലെ മറ്റാരെങ്കിലും ഇത് കണ്ടെത്തിയിട്ടുണ്ടോ എന്നും മാർജ് കൂട്ടിച്ചേർത്തു. ഇത് കേട്ടതും ജെറി ഇതിനെപ്പറ്റി ചിന്തിക്കുന്നു. ഈ കഥയിലെ മറ്റൊരു കഥാപാത്രമാണ് ടൈലർ. ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു അയാൾ. ജെറിയെപ്പോലെ ടൈലറും ലോട്ടറിയെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു. ടൈലറും വളരെയധികം ബുദ്ധിമാനായതുകൊണ്ട് തന്നെ ലോട്ടറിയിലെ ലൂപ്പ് ഹോൾ അയാളും കണ്ടുപിടിക്കുന്നു.